ചാത്തമംഗലത്ത് നിന്ന് സിനോജ് തോമസും നൈനാൻവളപ്പിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നും ചേരുകയാണ്. സിനോജ് തോമസ്, രാവിലെ ഈ പ്രഖ്യാപനം വന്നത് മുതൽ ആരാധകരുടെ വിളിയാണിവിടെ. ഓഫീസിൽ എല്ലായിടത്തും മെസ്സി ആവേശം അലയടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യൂട്യൂബ് കമന്റുകളിൽ മുഴുവൻ മെസ്സി നിറഞ്ഞു നിൽക്കുന്നു. ചാത്തമംഗലത്തെ ആരാധകർക്ക്, കൂട്ടുകാർക്കൊക്കെ എന്താണ് പറയാനുള്ളത്? വിനീത, മെസ്സി വരുന്ന ദിവസത്തിന് വേണ്ടിയുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നത് ടിക്കറ്റ് എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും എന്ന ഒരു സംശയം മാത്രമാണ് ആളുകൾ ചോദിക്കുന്നത്. നോക്കൂ, എത്ര പേരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ചെറിയ കുട്ടികളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്, യുവാക്കളുണ്ട്. ഇത് ചാത്തമംഗലം പഞ്ചായത്തിലെ പട്ടാളപ്പാടം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ മെസ്സിയെ സ്വീകരിക്കാൻ വേണ്ടി വലിയ ഫ്ലക്സൊക്കെ തന്നെ ആളുകൾ ഇപ്പോൾ തന്നെ പ്രിന്റ് ചെയ്ത് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നു. അതിൽ മെസ്സിയുടെ ചിത്രങ്ങളുണ്ട്, ടീമിന്റെ എല്ലാ ടീം അംഗങ്ങളുടെ ചിത്രങ്ങളുണ്ട്, റിപ്പോർട്ടർ ടിവിക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള വാക്കുകളുണ്ട്. അങ്ങനെ വലിയ ഫ്ലക്സുകളൊക്കെ തന്നെ ഈ നാട്ടിൽ ഉയർന്നിരിക്കുന്നു. ഒപ്പം തന്നെ കൗതുകരമായൊരു ട്രോളാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അർജന്റീന കേരളത്തിൽ കിട്ടണം, ബ്രാച്ചുകൾ. ഇതാരെ ഈ വാക്കുകൾ ഇവിടെ എഴുതി വെച്ചത് ഈ രീതിയിൽ? നിങ്ങളാണ് എഴുതിയത്? എന്തുകൊണ്ട് അങ്ങനെ എഴുതിയത്? ഒന്നുമില്ല, കുറെ കാലമായിട്ട് ഞങ്ങളെ സങ്കടം തീർത്തത് ഇവരെ. ബ്രാച്ചുകൾ എന്ന് ഉദ്ദേശിച്ചത് ബ്രാച്ചുകൾ അവരങ്ങനെയാണല്ലോ, സങ്കരയിനങ്ങളാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ. അങ്ങനെയൊന്നും കളിയാക്കലൊന്നും വേണ്ട. കാരണം എല്ലാ ടീമുകളും ഉണ്ടോ ഇവിടെ? ബ്രസീലുകാരുണ്ടോ? ആരാ ബ്രസീല്? മെസ്സിയെ കാണാൻ പോവോ? കാണാൻ പോകും. നമ്മൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളാണ്, അതാണ് അതുകൊണ്ട് നമ്മൾ പോകും. പോർച്ചുഗലുകാര്, ജർമ്മനിക്കാര്, ഇറ്റലിയാ? ജർമ്മനി ഉണ്ടല്ലേ? ജർമ്മനി ഉണ്ട്, ഇറ്റലി ഉണ്ട്. നിങ്ങള് മെസ്സിയെ കാണാൻ പോവോ? കാണാൻ പോകും. ടീഷർട്ടൊക്കെ ഉണ്ടല്ലോ, മെസ്സിയെ കാണാൻ പോകും. ഉറപ്പായിട്ടും കാണാൻ പോകും. ഒരുപാട് സന്തോഷമുണ്ട് മെസ്സിനെ കേരളത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും റിപ്പോർട്ടർ ടീം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടറിന് കൊണ്ടുവരാൻ കഴിയില്ലെന്നൊക്കെ. മനസ്സിലായി കൊണ്ടുവരാൻ പറ്റുമെന്ന് എന്തായാലും തെളിയിച്ചു നിങ്ങളത്. ഒരുപാട് സന്തോഷം. എന്തായാലും അവസരം കിട്ടിയാൽ കാണാൻ പോകും തീർച്ചയായിട്ടും. വിനീത, ചെറിയ സ്പൈഡർമാൻ ഉണ്ട്, മെസ്സിയെ കാണാൻ പോവോ? മെസ്സി ഫാനാണോ? ഇതേ വേഷത്തിൽ തന്നെയാണോ പോകുന്നത്? ചെറിയ കുട്ടിയാണ്, സ്പൈഡർമാൻ ആണ്. മെസ്സിയെ കാണാൻ പോവോ? മെസ്സിന്റെ കളി കണ്ടിട്ടോ? സാധാരണ വേൾഡ് കപ്പ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവേശമുള്ള ഒരു സ്ഥലമാണ് ഈ ചാത്തമംഗലത്തെ പട്ടാളപ്പാടം എന്ന് പറയുന്ന പ്രദേശം. എല്ലാ ടീമുകളും ഉണ്ടാവും. നിങ്ങൾ എല്ലാരും പോവല്ലേ? എല്ലാരും പോകും. എല്ലാരും സെറ്റാണോ? സെറ്റാണ്. ടിക്കറ്റിന്റെ റേറ്റ് ഒന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ടിക്കറ്റ് റേറ്റ് ഒന്നും പറഞ്ഞു വരും എന്നുള്ളതാണ്. 2-3 തവണ വരുമോ ഇല്ലയോ എന്നുള്ള അതിലൊരു ടെൻഷൻ ലൈനേ. എതിർ ടീമിലുള്ളവർ, എതിർ ചേരിയിലുള്ളവർ പോലും മെസ്സി പടയെ കാത്തിരിക്കുകയാണ്. അതാ മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് അവിടെ. അത്രയധികം സന്തോഷം നമുക്ക് ഈ ആരാധകരിൽ കാണാൻ കഴിയും. അർജന്റീന എന്ന ടീമിനപ്പുറം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മലയാളികളാണ് നമ്മൾ കാണുന്നത്, അല്ലേ സിനോജ്? തീർച്ചയായിട്ടും വിനീത, ഞാൻ ചോദിക്കായിരുന്നു, ഈ ലഡുവിന്റെ കളർ മഞ്ഞയാണ്, നീല ലഡു കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് ഈ മഞ്ഞ ലഡു കൊടുക്കാന്ന് വെച്ചാൽ? ഒന്നുമില്ല, ബ്രസീലുകാര് ഒരു സന്തോഷമായിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെങ്കിലും ഒരു മഞ്ഞ കളർ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്. ബ്രസീലുകാർ ആരെവിടെ ഉള്ളേ? നിങ്ങളൊക്കെ ഉണ്ടല്ലേ? സ്പോൺസർ ചെയ്താണ് ലഡു, ഞങ്ങൾ സ്പോൺസർ ചെയ്താണ്. അതായത് ബ്രസീലുകാർ സ്പോൺസർ ചെയ്ത ലഡുവാണ്. എല്ലാവരും ഒത്തൊരുമയോടെ കൂടിയാണ് ഇവിടെ ആഘോഷിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരാണ്. ഏതായാലും ചാത്തമംഗലത്ത് നിന്ന് സിനോജാണ് ആ സന്തോഷ നിമിഷങ്ങൾ പങ്കുവച്ചത്.